ഇത് വളരെ പഴക്കമുള്ള ഒരു ഫ്രാൻസിസ്കൻ ആശ്രമമാണിത്. OFM സമൂഹത്തിൻ്റെതാണ്. ആന്ധ്രയിലെ പൽമനാറിലാണിത്. സെയിൻറ്റ് ലൂയിസ് ഫ്രയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആ സമൂഹത്തിൻ്റെ ഒരു നൗഷീർ ഹൗസ് കൂടെയായിരുന്നു. വളരെ കൃത്യമായൊരു ഫ്രാൻസിസ്കൻ സ്വാധീനവും സാന്നിധ്യവും ഇപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഇടമാണിത്. ഇവിടുത്തെ റെഫക്ടറിയിൽ ഫ്രാൻസിസിൻ്റെ ആദ്യകാല ചങ്ങാതിമാർ, കമ്പാനിയൻസിൻ്റെ ചിത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു മെഡിറ്റേഷനായി നമ്മൾ കരുതുന്നു. ഓരോ ചിത്രത്തിനെയും അടുത്ത് പോയി കുറച്ച് നേരം നോക്കി നിൽക്കുക, താഴെ ഇത് വായിക്കുക. ഇതൊരു ദിവസം ഞങ്ങൾ സ്വീകരിച്ച ധ്യാനരീതിയായിരുന്നു. കുറച്ച് ലൗഡായിട്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. The youngest friar. In the lifetime of Saint Francis, a boy, most pure and innocent, was received into the order. കൂട്ടത്തിൽ ഏറ്റവും ഇളയാളാണിത്. ആരംഭത്തിൽ തന്നെ 12 പേരുടെ സമൂഹമായിരുന്നു അവർ. യുദ്ധത്തിലുടനീളം സുവിശേഷത്തിൻ്റെ പ്രകാശമുള്ള നിഴൽ ഫ്രാൻസിസിൻ്റെ സമീപനങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും ജീവിതത്തിലും ബോധത്തിലുമൊക്കെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നു. 12 പോലും അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. The 12. Orlando. Father, I would like to speak to you about my soul. എനിക്ക് എൻ്റെ ആത്മാവിനെക്കുറിച്ച് അങ്ങയോട് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട്. മറ്റെന്താണ് നമ്മളിനി സംസാരിക്കേണ്ടത്? റുഫീനോ. Francis used to say that Friar Rufino had been canonized by Christ in this life. ഇത് റുഫീനയാണ്. ജീവിക്കുന്ന കാലത്ത് തന്നെ കാനനൈസ് ചെയ്യപ്പെട്ട, യേശുവിനാൽ പുണ്യവാനാക്കപ്പെട്ട, തൻ്റെ കാലത്തിലെ പുണ്യവാൻ എന്ന് കരുതപ്പെട്ടിരുന്ന ഫ്രാൻസിസ് പ്രിയപ്പെട്ട ഒരാൾ, പ്രിയപ്പെട്ട ചങ്ങാതി റുഫീനോ. ബെർണാഡ്. ദ ഫസ്റ്റ് ബ്രദർ ദ ലോർഡ് ഹാസ് ഗിവൺ മീ ഇസ് ബെർണാഡ്. ഫ്രാൻസിസ് ആരംഭിക്കുന്നത് ബെർണാഡിൻ്റെ സാമീപ്യത്തോടു കൂടിയാണ്. ഫ്രാൻസിസിൻ്റെ ഒരു ജെനുവിനസ് അറിയാൻ വേണ്ടി ബെർണാഡ് ഒരു അതിഥിയായിട്ട് അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. 2 പേരും ഒരു മുറിയിൽ കിടന്നുറങ്ങുകയും അന്ന് രാത്രി ബെർണാഡ് ഉറങ്ങിയെന്ന ഉറപ്പ് വന്നപ്പോൾ ആ രാത്രി മുഴുവൻ ഫ്രാൻസിസ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഉറക്കനടിച്ച് കിടക്കുന്ന ബെർണാഡ് കണ്ടു. ഈ രീതിയിൽ ഇതേ ധർമ്മത്തിലേക്ക്, ഇതേ ജീവിത രീതിയിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹം പുലരിയിൽ അയാൾ ഫ്രാൻസിനോട് വെളിപ്പെടുത്തുന്നു. ലിയോ. ലിസൺ ടു മീ, ലിയോ, ലിറ്റിൽ ഡാം ഓഫ് ഗോഡ്. ഇത് ലിയോ. കസിൻ സാക്സിൻ്റെയൊക്കെ പുസ്തകത്തിൽ നമുക്കറിയാം ലിയോ ആണ് പുസ്തകം എഴുതുന്നതായിട്ട് ഗ്രന്ഥകാരൻ സങ്കല്പിക്കുന്നത്. ലിയോ എന്ന വാക്കിൻ്റെ ഒറിജിനലായിട്ടുള്ള അർത്ഥം സിംഹം എന്നൊക്കെയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും സൗമ്യനായ ഒരാളായിട്ടാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാലായിട്ടാണ് ഫ്രാൻസിസ് ലിയോയെ വിളിച്ചിരുന്നത്. ജൂനിപ്പർ. ഐ വാണ്ട് എ ഫോറസ്റ്റ് ഫുൾ ഓഫ് സച്ച് ജൂനിപ്പേഴ്സ്. ഈ ചങ്ങാതിയുടെ പേര് നമ്മുടെ കപ്പുച്ചിൻ മെസ്സിലൊക്കെ വന്നുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മളവിടെ വെച്ചിരിക്കുന്ന കാർട്ടൂണൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്, ജൂനിപ്പർ. ഫ്രാൻസിസ് ആഗ്രഹിച്ചിരുന്നത് ജൂനിപ്പറെ പോലെ അനവധി മനുഷ്യരുടെ ഇടമായിട്ട് തൻ്റെ സമൂഹം മാറണമെന്നാണ്. അത്രയും നിഷ്കളങ്കതയും അത്രയും ആനന്ദമൊക്കെ അനുഭവിച്ച മനുഷ്യരായിരുന്നു ജൂനിപ്പർ. നിർമ്മലായ മനുഷ്യർക്ക് വേണ്ടി, ഒപ്പം ഇത്തിരി നർമ്മബോധമുള്ള മനുഷ്യർക്ക് വേണ്ടി ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന ഫ്രൈസ് കൂടിയാണ് ഈസ് ബ്രദർ ജൂനിപ്പർ. നമ്മുടെ വിക്ടർ ലീനസിൻ്റെ കഥയ്ക്കകത്തൊക്കെ ഒരിക്കൽ അയാൾ റഫർ ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. നിശ്ചയമായിട്ടും നല്ല വായനയുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അയാൾ. ഏലിയാസ്. Bless the God of heaven and cherish the memory of your father and brother Francis. ഏലിയാസ് വലിയ വ്യത്യാസമുണ്ടാക്കിയ മനുഷ്യനായിട്ടാണ് കരുതപ്പെടുന്നത്. ഫ്രാൻസിസിൻ്റെയൊക്കെ ഒരു തീവ്രമായ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ അകന്നു പോകാൻ കാരണക്കാരനായി മാറിയത് ഈ മനുഷ്യനാണെന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു. പക്ഷേ വലിയ ആശീർവാദത്തിലാണ് ഫ്രാൻസിസ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഒരിടത്ത് പോലും ഏലിയാസിനെ കുറ്റപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. പിന്നീട് ഉള്ള ചരിത്രകാരന്മാരും നോവലിസ്റ്റുകളുമൊക്കെയാണ്
വിരുദ്ധമായ ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സഹോദരനെക്കുറിച്ച് എഴുതി വച്ചിട്ടുള്ളത്. മസായോ, വൈ ആഫ്റ്റർ യു ഡസ് എ ഹോൾ വേൾഡ് ഫ്ലോക്ക്. ഇത് ബ്രദർ മസയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒന്നിതായിരുന്നു. ലോകമെന്താണ് താങ്കളുടെ പിന്നാലെ ഇത്രയും ഇരമ്പി വരാനായിട്ട്? എന്താണ് അങ്ങയുടെ മേന്മ? ഇപ്പോഴും അത് വലിയ വിസ്മയമാണ്. എന്തുകൊണ്ടാണ് ലോകം അയാൾക്ക് പിന്നാലെ വല്ലാതെ സ്നേഹിക്കപ്പെടുന്നുണ്ട്? ഫ്രാൻസിസ്. അന്തോണി, ടു ബ്രദർ അന്തോണി, മൈ ബിഷപ്പ്. അന്തോണി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരേ ഒരു പേര്. ആദ്യ ശിഷ്യന്മാരിൽ ഒരാളാണത്. നമുക്കൊരു അത്ഭുത പ്രവർത്തനമൊക്കെ ആയിട്ടാണ് അന്തോണിയെ മനസ്സിലാക്കുന്നത്. നമ്മുടെ കാലത്ത് പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ അയാളെ ഗണിക്കുന്നത്. ഒരു ടിപ്പിക്കൽ ഫ്രാൻസിസ്കൻ ഫ്രയറായിട്ടാണ് നമ്മൾ അയാളെ വായിച്ചെടുക്കേണ്ടത്. അന്തോണിയുടെ അറിവൊക്കെ വെച്ച് ജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിരുന്ന വാക്ക്, ഫ്രാൻസിസ് വിളിച്ചിരുന്ന വാക്ക് ബിഷപ്പ് എന്നാണ്. കത്തൊക്കെ എഴുതുന്ന അങ്ങനെയാണ്, ടു ബ്രദർ അന്തോണി, മൈ ബിഷപ്പ്. ജക്കോബ, ഫോർ ബ്രദർ ജക്കോബ ദർ ഇസ് നോ ക്ലോയിസ്റ്റർ. ഫ്രാൻസിസിൻ്റെ അന്തിമ നിമിഷമാണ്. കാണണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചോ അവരൊക്കെ ആരോ തൊട്ട് വിളിച്ചത് കണക്ക് അസീസിലേക്ക് എത്തുന്നു. കൂട്ടത്തിൽ റോമിൽ നിന്നുള്ള ഒരു പ്രഭ്യമുണ്ട്. ജക്കോബ എന്നാണ് അവരുടെ പേര്. ആവൃത്തിയുടെ നിയമങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് അവരെ പ്രവേശിക്കാനായിട്ട് സഹോദരന്മാർ സമ്മതിക്കുന്നില്ല. അകത്തേക്ക് സന്ദേശം പോകുന്നു. ഇങ്ങനൊരു സഹോദരി വന്നിട്ടുണ്ട്, നമ്മുടെ നിയമങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് അവരകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രാൻസിസ് ഇങ്ങനെ മന്ത്രിച്ചു എന്നുള്ളതാണ് പാരമ്പര്യം. ഗെറ്റ് ബ്രദർ ജക്കോബ ഇൻ. ഫോർ ബ്രദർ ജക്കോബ ദർ ഇസ് നോ ക്ലോയിസ്റ്റർ. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇങ്ങനെ സഹോദരി ജക്കോബ ബ്രദറാവുകയാണ്. അവർക്ക് ഇനി ആവതിയുടെ പ്രശ്നമില്ല. അത്രയും ഫ്രാൻസിസിനോട് ഇഷ്ടത്തിലും അത്രയും ആ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടും സമൂഹം അവരെ വിളിച്ചിരുന്ന വാക്കായിരുന്നു ബ്രദർ ജക്കോബ. നമുക്ക് നമ്മുടെ മെസ്സിൽ താവൂലൊക്കെ പരിചയമുള്ള സിജിയെ നമ്മൾ വിളിക്കുന്നത് ജക്കോബയാണെന്ന് ഓർത്താൻ നല്ലതാണ്. ആ പേര് സിജിക്ക് കൊടുത്തത് നമ്മുടെ ബാപ്റ്റിസ്റ്റച്ചനാണ്. ഫ്രാൻസിസിൻ്റെ സമാധിക്കരികെ ആദ്യകാല 4 സ്നേഹിതന്മാരെ അടക്കിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ബ്രദർ ജക്കോബ. താങ്ക് യു.